ഭാരതമാത എന്ന ആശയം കേരളത്തിൽ ഇന്ന് വ്യാപകമായി ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കേരള ഗവർണർ അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ കാവിക്കൊടി ഏന്തിയ ഭാരതമാതാവിൻ്റെ ചിത്രം വെച്ചു എന്നുള്ളതാണ് ഇവിടുത്തെ ഇടതുപക്ഷ സർക്കാരിൻ്റെ പ്രതിനിധികളെ ഇപ്പോൾ ചൊടിപ്പിച്ചിരിക്കുന്നത്. ഭാരതമാത എന്ന സങ്കല്പത്തെ ഒരിക്കലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗീകരിച്ചിരുന്നില്ല. കാവിക്കൊടി ഏന്തിയ ഭാരതമാതാവിനെ പിന്നെ പ്രത്യേകിച്ച് അംഗീകരിക്കുന്ന പ്രശ്നം ഉദിക്കുന്നില്ല. അതുകൊണ്ട് ഇനി ത്രിവർണ പതാക ഏന്തിയ ഭാരതമാതാവിനെ ആണെങ്കിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗീകരിക്കുമെന്ന് തോന്നുന്നില്ല. അതിന്റെ കാരണം ഭാരതം എന്ന ഒരു രാഷ്ട്രത്തിന്റെ അസ്തിത്വത്തെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നാളിതുവരെ അംഗീകരിച്ചിട്ടില്ല. സ്വാതന്ത്ര്യ ഉപലബ്ധിക്ക് മുന്നേ നമുക്കറിയാം 1933 കാലഘട്ടത്തിൽ ദ്വിരാഷ്ട്രവാദ സിദ്ധാന്തം ഉയരുന്നു. റഹ്മത്ത് അലി എന്ന മുസ്ലിം ചിന്തകൻ കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ വെച്ച് അവതരിപ്പിച്ച രണ്ട് സംസ്കാരമാണ് ഭാരതത്തിൽ, ഹിന്ദുവിൻ്റെയും മുസ്ലിമിൻ്റെയും. രണ്ട് സംസ്കാരമാകുമ്പോൾ രണ്ട് രാഷ്ട്രം വേണം എന്ന വാദമുണ്ടായപ്പോൾ ആ വാദത്തെ പിന്തുണച്ചവരാണ് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി. 1940കളിൽ ദ്വിരാഷ്ട്രവാദ സിദ്ധാന്തത്തിൻ്റെ നേരവകാശിയായി മുഹമ്മദ് അലി ജിന്ന, പിന്നീട് പാകിസ്ഥാന്റെ രാഷ്ട്രപിതാവായി മാറിയ മുഹമ്മദ് അലി ജിന്ന വന്നപ്പോൾ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തങ്ങളുടെ പാർട്ടി സഖാക്കന്മാര്, മുസ്ലിങ്ങളായിട്ടുള്ള പാർട്ടി സഖാക്കന്മാരെ പാർട്ടിയിൽ നിന്നും രാജിവെപ്പിച്ച് ലീഗിലേക്ക് അയച്ചവരാണ്. എന്തിന്? ദ്വിരാഷ്ട്രവാദ സിദ്ധാന്തത്തെ പ്രായോഗിക തലത്തിൽ ആവിഷ്കരിക്കാനുള്ള ആൾബലം ഉണ്ടാക്കാൻ വേണ്ടി മുസ്ലിം സഖാക്കന്മാരോട് രാജിവെച്ച് ലീഗിൽ പോയി പ്രവർത്തിക്കാൻ പറഞ്ഞ പാർട്ടിയാണ്. രണ്ടായിട്ട് ഈ രാജ്യത്തെ വിഭജിച്ചാൽ പോരാ. പി സി ജോഷി, അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്ന പി സി ജോഷി പറഞ്ഞു, ഭാരതത്തെ രണ്ടായിട്ട് വിഭജിച്ചാൽ പോരാ, 16 വിഭജിക്കണം എന്ന് പറഞ്ഞു. കാരണം ഭാരതത്തില് 16 ഉപദേശീയതകളുണ്ട്. ആ ഓരോ ദേശീയതയ്ക്കും രാഷ്ട്രസ്വത്വം, രാഷ്ട്ര അസ്തിത്വം നൽകേണ്ടതാണ്. പിന്നീട് പി സി ജോഷി തിരുത്തി പറഞ്ഞു, 16 17 വിഭജിക്കണം ഭാരതത്തെ. ആ 17ാമത്തെ സെഗ്മെന്റ് ഏതാണെന്നറിയോ? ഇന്നത്തെ ബലൂച്ച്, അതായത് ഇന്ന് പാകിസ്ഥാന്റെ കൈവശം ഇരിക്കുന്ന ബലൂചിസ്ഥാൻ. അന്ന് മുതലേ ബലൂചിസ്ഥാനിൽ ലിബറേഷൻ വിഭജന പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ആ ബലൂചിസ്ഥാനെ അന്ന് വിഭജിക്കണം എന്നാണ്. പക്ഷേ ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അങ്ങനെ പറയുന്നില്ല, അത് വേറെ വിഷയം. അപ്പൊ അങ്ങനെ ഭാരതത്തെ മൊത്തം ബലൂചിസ്ഥാൻ അടക്കം 17 വിഭജിക്കണം എന്ന് പറഞ്ഞവർ, ഭാരതത്തിന്റെ ദേശീയ ഐക്യത്തിൽ ഒരിക്കലും വിശ്വസിക്കാത്തവർ. അപ്പൊ അത്തരക്കാരെ സംബന്ധിച്ചിടത്തോളം ഭാരതമാത എന്ന ആശയം അവർക്ക് അസഹനീയമാണ് എന്നത് ചരിത്ര സത്യമാണ്. രാജഭവനിൽ, കേരളത്തിന്റെ രാജഭവനിൽ ഗവർണറുടെ മുറിയിൽ കാവി പതാക ഏന്തിയ ഭാരതമാത ചിത്രം കണ്ടിട്ട് ഇതേതു ഭാരതമാത, ആരുടെ ഭാരതമാത എന്നൊക്കെ ആക്രോശിക്കുന്ന ഇടതുപക്ഷത്തിൻ്റെ ആൾക്കാരും ജിഹാദിൻ്റെ ആൾക്കാരും കേരളത്തിലെ സോക്കോൾഡ് മാധ്യമ പ്രവർത്തകരുമൊക്കെ ഈ ഭാരതമാതാവിൻ്റെ ചരിത്രം ഒന്ന് പഠിക്കുന്നത് നല്ലതാണ്. 5000-നും 10,000-നും വർഷങ്ങൾക്കിടയിൽ ഈ രാജ്യത്ത് ഉണ്ടായ വേദങ്ങളിൽ ഈ രാഷ്ട്രത്തെ സംബന്ധിക്കുന്ന സൂചനയുണ്ട്. ഈ രാഷ്ട്രത്തെ അമ്മയെന്ന് ആദ്യമായി അഭിസംബോധന ചെയ്യുന്നത് വേദമാണ്. മാതാ ഭൂമി പുത്രോഹം പൃഥിവിയ എന്ന് പറയുന്ന അഥർവവേദമാണ്. ഈ ഭൂമി അമ്മയാണ്, ഞാൻ അതിൻ്റെ പുത്രനാണ്. ഈ മാതൃപുത്ര സങ്കല്പത്തിൽ നിന്നാണ് രാഷ്ട്രസങ്കല്പം ഉണ്ടാവുന്നത്, ഭാരതമാത എന്ന ആശയം ഉണ്ടാവുന്നത്. സമാനമായ ആശയം ലോകത്തിൽ പിന്നീടുണ്ടായ പല രാഷ്ട്രങ്ങളിലുമുണ്ട്. അവിടെ ഒന്നും ഈ മാതൃരാഷ്ട്ര സങ്കല്പം നമുക്ക് കാണാൻ സാധ്യമല്ല. പക്ഷെ പിതൃരാഷ്ട്ര സങ്കല്പമുണ്ട്. ഫാദർലാൻഡ് എന്ന സങ്കല്പം ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മദർലാൻഡ് അല്ല, ഫാദർലാൻഡ് ആണ്. അതെന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ
ഈ പാശ്ചാത്യ സെമിറ്റിക് സംസ്കാരം പുരുഷ കേന്ദ്രീകൃതമാണ്. ഭാരതം അങ്ങനെയല്ല. ഭാരതത്തിന്റെ സംസ്കാരം സ്ത്രീ കേന്ദ്രീകൃതമാണ്. പ്രപഞ്ചം ഉണ്ടായത് തന്നെ അമ്മയിൽ നിന്നാണ്, ആദി പരാശക്തിയിൽ നിന്നാണ് എന്ന സാംസ്കാരിക ബോധം ഈ സനാതന ധർമ്മത്തിന്റെ ഭാഗമാണ്. അതേസമയം പാശ്ചാത്യ ദേശങ്ങളിലെ പല രാഷ്ട്രങ്ങൾക്കും അവരുടെ രാഷ്ട്ര പൈതൃകം പറയുമ്പോൾ അത് ഫാദർലാൻഡ് എന്നാണ് പറയുക. അതിന്റെ കാരണം ഇതാണ്, അവര് പുരുഷ കേന്ദ്രീകൃത സംസ്കാരത്തിലാണ് വിശ്വസിക്കുന്നത്. അപ്പം ഭാരതത്തിന്റെ ഈ മാതൃസങ്കല്പം വൈദിക സാഹിത്യത്തിൽ കാണാം. മാതാഭൂമി പുത്രോഹം പൃഥിവ്യ. പിന്നീട് പുരാണിക് ഏജിലും, വേദത്തിൽ നിന്നും പിന്നീട് വളരെ കാലങ്ങൾക്ക് ശേഷമാണല്ലോ പുരാണ കാലഘട്ടം വരുന്നത്. ഏതാണ്ട് എല്ലാ പുരാണങ്ങളിലും ഈ രാഷ്ട്രത്തെ അമ്മയായി അഭിസംബോധന ചെയ്യുന്നുണ്ട്. രാഷ്ട്രത്തെ നിർവചിക്കുന്ന അഥർവവേദത്തിലെ പൃഥ്വി സൂക്തം ഭദ്രം ഇച്ഛന്തർഷയ സ്വർവിതസ്തപോ ദീക്ഷാം ഉപനിഷേതുരഗ്രേ തതോ ബലമോജശ്ചജാതം തദസ്മൈ ദേവാ ഉപസം നമന്തു. ഇത്തരം നിരവധി സൂക്തങ്ങൾ ഋഷിമാർ മംഗളമുണ്ടാവട്ടെ, ലോകത്തിന് മുഴുവൻ നന്മ ഭവിക്കട്ടെ എന്ന ആഗ്രഹത്തോടുകൂടി നടത്തിയ തപസ്സിൽ നിന്നാണ് ഈ രാഷ്ട്രമുണ്ടായത് എന്ന പരികൽപ്പന നമുക്ക് വേദസാഹിത്യത്തിൽ കാണാം. അവിടെ രാഷ്ട്രം എന്ന ശബ്ദമുണ്ട്. മനസ്സിലാക്കണം, രാഷ്ട്രവും രാജ്യവും രണ്ടാണ്. രാഷ്ട്രം എന്നത് സാംസ്കാരികമായ സ്വത്വബോധമാണ്. ഒരു ഭൂപ്രദേശത്തിന്റെ സാംസ്കാരിക അസ്തിത്വത്തെയാണ് രാഷ്ട്രം എന്ന പരികൽപ്പനയിലൂടെ നിർണയിക്കപ്പെടുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഈ അഖണ്ഡ ഭാരതത്തിൽ ബംഗ്ലാദേശ് വന്നു, പാകിസ്ഥാൻ വന്നു എന്നൊക്കെ പറഞ്ഞ് പലരും വിഷമം കൊള്ളുന്നത്. ഭാരതത്തിന്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ ഇന്ന് ഉൾപ്പെടാത്ത പല പ്രദേശങ്ങളും അഖണ്ഡ ഭാരതത്തിലുണ്ട്. അഖണ്ഡ ഭാരതത്തിന് മുന്നേ ബൃഹത് ഭാരതമുണ്ട്. ബൃഹത് ഭാരതത്തിന് മുന്നേ ഹിമാലയ പരിവാർ എന്ന് പറയുന്ന സങ്കല്പമുണ്ട്. എന്താ ഈ ഹിമാലയ പരിവാർ? രാഷ്ട്രത്തെ സംബന്ധിക്കുന്ന പഠനം ഇവർ നടത്താത്തതുകൊണ്ടാണ് ഇവരുടെ ഈ പ്രശ്നങ്ങളല്ല. ഹിമാലയ പരിവാർ എന്ന് പറഞ്ഞാൽ ഭാരതത്തിന്റെ വടക്ക് കിഴക്ക് അതിർത്തിയിൽ നീണ്ടു നിവർന്ന് നിൽക്കുന്ന ഏതാണ്ട് 160 കിലോമീറ്റർ വ്യാസവും 2400 കിലോമീറ്ററോളം നീളവുമൊക്കെയുള്ള ഈ ഹിമാലയം, ആ ഹിമാലയത്തിന്റെ ശാഖോപശാഖകൾ കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും വ്യാപിച്ചു കിടക്കുന്നുണ്ട്. രസകരമായ ഒരു വസ്തുത, ഈ ഹിമാലയത്തിന്റെ പർവ്വത ശിഖരങ്ങൾ, ഇപ്പൊ ഹിന്ദുക്കുഷ് പർവ്വതം എന്നൊക്കെ പറയുന്നത് സത്യത്തിൽ ഹിമാലയത്തിൽ നീണ്ടുപോയിരിക്കുന്ന പ്രദേശമാണ്. ഹിന്ദുക്കുഷ് പർവ്വതത്തിന്റെ പരിസര പ്രദേശങ്ങളിലാണ് ഇറാൻ ആരംഭിക്കുന്നത്. ഈ ഹിമാലയ പരിവാർ എന്ന് പറയുന്ന ഈ പ്രദേശങ്ങളിലെ ഹിമാലയത്തിന്റെ ശാഖോപശാഖകൾ വ്യാപിച്ചു കിടക്കുന്നിടത്തൊക്കെ ഈ സനാതന ധർമ്മത്തിന്റെ സംസ്കാരം ഒരു കാലത്ത് നിലനിന്നിരുന്നു. അപ്പം ബൃഹത് ഭാരതം ഇന്നത്തെ അഖണ്ഡ ഭാരതത്തിനും അപ്പുറമാണ്. അങ്ങനെ വരുമ്പോ ഇറാൻ വരെ, ആര്യദേശം എന്ന് വിളിക്കപ്പെടുന്ന ഇറാൻ വരെ കിഴക്കോട്ട് പോയാൽ, പടിഞ്ഞാറോട്ട് പോയാൽ, കിഴക്കോട്ട് പോയാൽ ഇന്നത്തെ സിംഗപ്പൂർ, അത് ശൃംഗപുരം എന്നറിയപ്പെടുന്നു. അപ്പൊ ഇതൊക്കെ ഒരു വെറുതെ ഒരു സാങ്കല്പികമാണ് എന്ന് ആർക്കും പറയാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ ഈ കിഴക്കൻ അതിർത്തിയിലേക്ക് നിങ്ങൾ സഞ്ചരിച്ചു കഴിഞ്ഞാൽ അവിടെ എല്ലാം സനാതന ധർമ്മത്തിന്റെ ശേഷിപ്പുകൾ കാണാൻ സാധിക്കും. സിംഗപ്പൂരിലാണെങ്കിലും ഇന്തോനേഷ്യയിലാണെങ്കിലും ജാവയിലാണെങ്കിലും സുമാട്രയിലാണെങ്കിലും എല്ലാം നമുക്ക്. ഇപ്പൊ അങ്കോവർത്ത് എന്ന് പറയുന്ന ക്ഷേത്രം എവിടെയാ? ഭാരതത്തിലല്ല, ലോകത്തിലെ ഏറ്റവും വലിയ ക്ഷേത്രമാണ് അങ്കോവർത്ത്. കിലോമീറ്റർ കണക്കിന് നീളത്തിൽ കിടക്കുന്ന ക്ഷേത്ര സമുച്ചയമാണ്. ഇതെല്ലാം സനാതന ധർമ്മത്തിന്റെ ശേഷിപ്പുകളാണ്. അപ്പൊ അതുകൊണ്ടാണ് ഹിമാലയ പരിവാർ രാഷ്ട്രീയ ഭൂപടത്തിൽ ഇതൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. പിന്നീടാണ് ഈ അഖണ്ഡ ഭാരത സങ്കല്പം വരുന്നത്. ആ അഖണ്ഡ ഭാരത സങ്കല്പം ഹിന്ദുക്കുഷ് പർവ്വതം മുതൽ അതിന്റെ കിഴക്കോട്ട് ബർമ്മ വരെ വ്യാപിച്ചു കിടക്കുന്നതാണ്. ബ്രഹ്മസ്ഥാനം എന്നാണ് അതിന്റെ പേര്. ഇന്നത്തെ മ്യാൻമർ, ഇവിടെ എല്ലാം നമുക്ക് സനാതന ധർമ്മം ഇപ്പോഴും സജീവമായി കാണാം. ഇന്ന് ടിബറ്റ് ചൈന കൈവശം വെച്ചിരിക്കുകയാണ്. അതിന്റെ പുരാതന നാമം ത്രിവിഷ്ടവം എന്നാണ്. അത് ഭാരതത്തിന്റെ ഭാഗമായിരുന്നു. ഈ ബൃഹത് ഭാരതത്തിന്റെ, വിശാല ഭാരതത്തിന്റെ ഭാഗമായിരുന്നു. അപ്പൊ ഇതിനെ നമ്മൾ അതിന്റെ അതിർത്തി നിർണ്ണയിക്കുന്നത് എങ്ങനെയാ? അവിടെ വ്യാപിച്ചിരുന്ന സംസ്കാരമാണ് അതിന്റെ അതിർത്തി. അതിന് സാംസ്കാരിക ഭൂപടം എന്ന് പറയും.
ആ സാംസ്കാരിക ഭൂപടത്തിൽ പാകിസ്ഥാനും വരും, ബംഗ്ലാദേശും വരും, എന്തിന് അഫ്ഗാനിസ്ഥാൻ വരെ വരും. മഹാഭാരതത്തിൽ പരാമർശിക്കുന്ന ഉപഗണസ്ഥാനമാണ്, ഗാന്ധാരദേശമാണ് ഈ അഫ്ഗാനിസ്ഥാൻ. ഈ ഭാരതത്തിന്റെ പൈതൃകത്തിൽ അഭിമാനമുള്ളവർക്കേ ഇത് മനസ്സിലാവൂ. ഈ പൈതൃകത്തിൽ അഭിമാനമില്ലാത്തവരെ സംബന്ധിച്ച് ഇതൊക്കെ വെറും കെട്ടുകഥയാണ്. ഇനി നമുക്ക് ഭാരതമാത എന്ന ആശയത്തിലേക്ക് വരാം. ഭാരതമാത, ഞാൻ പറഞ്ഞു, രാഷ്ട്രത്തെ അമ്മയായി കാണാൻ ഉള്ള കാരണം, ഈ പ്രപഞ്ചത്തിൽ സ്നേഹം, വാത്സല്യം എന്നീ വികാരങ്ങൾ, അത് ഈ വികാരങ്ങളിലെ ഏറ്റവും ശ്രേഷ്ഠമായ വാത്സല്യം എന്ന വികാരം അമ്മയ്ക്ക് മാത്രമുള്ളതാണ്. അമ്മ മക്കൾക്ക് വേണ്ടി നടത്തുന്ന സഹന ജീവിതം, ആ സഹന ജീവിതം നമ്മൾ അമ്മയെ ആരാധിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചു. അതുകൊണ്ട് നമുക്ക് ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ നൽകുന്നവരെ നമ്മൾ അമ്മയായിട്ടാണ് കണ്ടത്. ഭാരതത്തിൽ നമുക്ക് എല്ലാ സ്ത്രീകളും അമ്മയാണ്. പ്രസവിക്കാത്ത പെൺകുട്ടിയെ വരെ അമ്മയെന്നാണ് അഭിസംബോധന ചെയ്യുന്നത്. കാരണം ഒരാളെ ബഹുമാനിക്കാൻ, ഒരു സ്ത്രീയെ ബഹുമാനിക്കാൻ നമുക്ക് വിളിക്കാൻ സാധിക്കുന്ന ഏറ്റവും ശ്രേഷ്ഠമായ പേര് അമ്മ എന്നുള്ളതാണ്. ഇപ്പൊ ബാലികയെ പോലും അമ്മ എന്ന് വിളിക്കും. ഇപ്പൊ ജാനകി അമ്മ, ഗൗരി അമ്മ. ഗൗരി എന്ന് വിളിച്ചാൽ പോരെ, ജാനകി എന്ന് വിളിച്ചാൽ പോരെ. ഈ അമ്മ എന്ന അഭിസംബോധന അത്യഗാധമായ ബഹുമാനത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഇപ്പൊ ഭാരതത്തെ അമ്മയായിട്ട് വിളിക്കാൻ കാരണം എന്താ? നമുക്ക് ഈ മനോഹരമായ ഒരു ശ്ലോകമുണ്ട്. സമുദ്രവസനേ ദേവി പർവതസ്തന മണ്ഡലേ വിഷ്ണു പത്നി നമസ്തുഭ്യം പാദസ്പർശം ക്ഷമസ്വമേ. പർവതസ്തന മണ്ഡലേ, ഈ രാഷ്ട്രമാകുന്ന അമ്മയുടെ കുചകുംഭങ്ങളാണ് ഇവിടുത്തെ പർവ്വതങ്ങൾ. അതിനകത്തൊരു കാൽപ്പനികതയുണ്ട്. രാഷ്ട്രസ്നേഹം, ദേശസ്നേഹം എന്നൊക്കെ പറയുന്ന ഇത്തരം ചില കാൽപ്പനികതയിൽ നിന്നാണ് ഉണ്ടാവുന്നത്. അതിൽ അമ്മയുടെ മുലത്തടം ചുരന്നൊഴുകുന്ന മുലപ്പാൽ, ആ മുലപ്പാൽ കുടിച്ചിട്ടാണ് മക്കൾ വളരുന്നത്. ഇവിടെ എന്താണ് ആ മുലപ്പാൽ? നദികളാണ്. ഭാരതത്തെ പോലെ ഇത്രയും ജലസമൃദ്ധമായ ഒരു ഭൂപ്രദേശം വേറെ എവിടെയാ ഉള്ളത്? ഗംഗയും യമുനയും ഗോദാവരിയും ബ്രഹ്മപുത്രയും സിന്ധുവും സരസ്വതിയും ഒക്കെ ആയിട്ട് ഇവിടെ ജനപദങ്ങൾക്ക് പോഷണം നൽകുവാൻ വേണ്ടി കവിഞ്ഞൊഴുകുന്ന നദികൾ. ഈ നദീതടങ്ങളിലല്ല ഈ സംസ്കാരമെല്ലാം ഉണ്ടായത്. സനാതന ധർമ്മത്തിലെ നിരവധിയായ സംസ്കാര വിശേഷങ്ങൾ ഉണ്ടായത് ഈ ഗംഗയുടെയും യമുനയുടെയും ബ്രഹ്മപുത്രയുടെയും കാവേരിയുടെയും പമ്പയുടെയും ഒക്കെ തീരത്താണ്. അതുകൊണ്ട് അമ്മ എന്ന അഭിസംബോധനയ്ക്ക് യുക്തിഭദ്രമായ ഒരടിത്തറയുണ്ട്. നമുക്ക് ആഹാരം തരുന്ന മണ്ണാണ് അമ്മ. നമുക്ക് ആഹാരം തരുന്നു, അമ്മ നമുക്ക് മുലപ്പാൽ തരുന്നു, അമ്മ നമുക്ക് ജീവൻ നൽകുന്നു. അപ്പൊ അതുകൊണ്ട് രാഷ്ട്രത്തെ അമ്മ എന്ന് വിളിക്കുന്നു. ആ അമ്മ അഥവാ മാതൃ അഭിസംബോധന വേദങ്ങളിലാണ് ആരംഭിക്കുന്നത്. മാതാഭൂമി, ഈ ഭൂമി അമ്മയാണ്. അതിന്റെ അതിർത്തി പോലും നിർണയിക്കുന്നു. ഉത്തരം യസ് സമുദ്രസ്യ, വിഷ്ണു പുരാണം പറയുകയാണ്. ഉത്തരം യസ് സമുദ്രസ്യ, സമുദ്രത്തിന് വടക്ക്, ഹിമാദ്രേ ചൈവ ദക്ഷിണം, ഹിമാലയത്തിന് തെക്ക്, വർഷം തദ് ഭാരതം നാമ ഭാരതീയത്ര സന്തതി. ബ്രിട്ടൻ എന്ന് പറയുന്ന സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യം ഉണ്ടാകുന്നതിന് മുന്നെയാണ് ഈ രാജ്യത്തിന്റെ അതിർത്തി നിർണ്ണയിക്കപ്പെടുന്നത്. ഇവിടുത്തെ കൊളോണിയൽ അധിനിവേശ ശക്തികളും അവരെ പിൻപറ്റുന്ന ഇടതുപക്ഷക്കാരനും ഒക്കെ പറയുന്നത് ഭാരതം ഒരു പുതിയ രാജ്യമാണ്. ഭാരതം എന്ന രാഷ്ട്രം നമുക്ക് ഉണ്ടാക്കി തന്ന ബ്രിട്ടീഷുകാർ വന്നതുകൊണ്ടാണ്. ബ്രിട്ടീഷുകാർ വന്നില്ലായിരുന്നെങ്കിൽ ഭാരതം ഉണ്ടാവില്ല എന്നൊക്കെ പറയുന്നവരോട് ഈ സാഹിത്യങ്ങൾ പരിശോധിക്കണം. കാളിദാസന്റെ മേഘസന്ദേശം ഭാരതത്തിന്റെ ഒരു ഏരിയൽ വ്യൂ ആണ് നമ്മൾ കാണുന്നത്. ഈ ഗൂഗിൾ മാപ്പ് ഒന്നും ഇല്ലാത്ത കാലത്ത് നമ്മൾ കാണുകയാണ് ഭാരതത്തിന്റെ ഒരു ഏരിയൽ വ്യൂ. ശങ്കരാചാര്യരുടെ കാലത്ത് 9ാം നൂറ്റാണ്ടാണ്. ആ ശങ്കരൻ, കേരളത്തിൽ ജനിച്ച ശങ്കരൻ ഭാരതം മുഴുവനാണ് ചുറ്റി സഞ്ചരിക്കുന്നത്. ഭാരതത്തിന്റെ സാംസ്കാരിക പരിക്രമണം നടത്തി അദ്വൈത സിദ്ധാന്തം കൊണ്ട് സാംസ്കാരിക അഖണ്ഡത സ്ഥാപിക്കുകയാണ്. ചതുർമഠങ്ങളെ സ്ഥാപിച്ചിട്ട് ഇന്നും ഗംഗയിൽ കുളിക്കുന്നത് മോക്ഷമാണെന്ന് കരുതി മഹാകുംഭമേളയ്ക്ക് രാജ്യത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നും ഗംഗാതടത്തിലേക്ക് പോകുന്നു. സാംസ്കാരിക ഏകതയാണ്, കൾച്ചറൽ യൂണിറ്റിയാണ്. അപ്പൊ സാംസ്കാരിക ദേശീയതയുടെ പരികൽപ്പനയാണ് ഈ മാതൃഭാവം എന്ന് പറയും.
അവിടെ കാവിക്കൊടി എന്തുകൊണ്ടുവന്നു? സനാതനധർമ്മം, പരിത്യാഗത്തിന്റെ, സ്നേഹത്തിന്റെ ഒക്കെ പ്രതീകമായിട്ട് എല്ലാ കാലത്തും കാവിയാണ് കാണുന്നത്. കാവി പതാക, ഭഗവ പതാക ഉണ്ടായത് യാഗാഗ്നിയിൽ നിന്നാണ് എന്നാണ് പുരാതന വിശ്വാസം. ഈ യാഗാഗ്നിയുടെ സങ്കല്പം എന്താ? യാഗസങ്കല്പം തന്നെ അഗ്നയെ സ്വാഹ ഇദം നമമ, ഒന്നും എനിക്ക് വേണ്ടിയല്ല, എല്ലാം അവിടുത്തേക്ക് വേണ്ടി ഇത് അഗ്നിയിലേക്ക് സമർപ്പിക്കുന്നു. അവിടെ ത്യാഗമാണ്. എനിക്ക് ശ്രേഷ്ഠമായ എന്തുണ്ടോ അത് ഞാനിതാ ഭഗവാന് സമർപ്പിക്കുന്നു, ഈശ്വരന് സമർപ്പിക്കുന്നു. ആ യാഗാഗ്നി എന്ന് പറയുന്നത് സമർപ്പണത്തിന്റെ, ത്യാഗത്തിന്റെ നിറമാണ്. ആ യാഗാഗ്നിയുടെ നിറമാണ് കാവി പതാകയായി സ്വീകരിച്ചിരിക്കുന്നത്. സന്യാസിമാർ അതാണ് സ്വീകരിക്കുന്നത്. അതുകൊണ്ടാണ് സ്വതന്ത്ര ഭാരതത്തിന് ഒരു പതാക ഉണ്ടാവണം എന്ന ചിന്ത വന്നപ്പോ ഈ പുരാതന ഭാരതത്തിന്റെ പതാക കാവിയായിരുന്നു. മഹാഭാരത യുദ്ധകാലത്ത് കേസരി പതാകയാണ് ശ്രീകൃഷ്ണന്റെ രഥത്തിൽ പാറിക്കളിക്കുന്നത്. കേസരി എന്ന് പറഞ്ഞാൽ എന്താണ്? കേസരി എന്ന് പറഞ്ഞാൽ കാവി വർണ്ണം അതിന്റെ അർത്ഥം. മഹാകുംഭമേളകളിലൊക്കെ സന്യാസിമാർ ഉയർത്തുന്ന കൊടി കാവിയാണ്. എല്ലാ കാലത്തും പരിത്യാഗത്തിന്റെ വർണ്ണമായ ഈ കൊടി ഭാരതത്തിന്റെ അടയാളമായിരുന്നു. ഇപ്പം ഭാരതത്തിനൊരു പതാക വേണം എന്ന ചിന്ത വന്നപ്പോൾ പട്ടാഭി സീതാരാമയ്യ ആന്ധ്രാക്കാരനാണ്, കോൺഗ്രസ്സുകാരനാണ്, AICC ഉണ്ടായിരുന്ന ആളാണ്. അപ്പൊ പട്ടാഭി സീതാരാമയ്യയുടെ നേതൃത്വത്തിൽ ഒരു പതാക നിർണയ കമ്മിറ്റി ഉണ്ടാക്കി. ആ കമ്മിറ്റി ഏകകണ്ഠമായി തീരുമാനിച്ച പതാക കാവിക്കൊടിയായിരുന്നു, ചർക്കാങ്കിതമായ കാവിക്കൊടി. പട്ടാഭി സീതാരാമയ്യ ഈ കാവിക്കൊടിയെ നിർണയിക്കാൻ എന്താ കാരണം? ഭാരതത്തിന്റെ ദേശീയ സാംസ്കാരിക വർണ്ണം കാവിയാണ്. അതുകൊണ്ടാണ് കോൺഗ്രസ്സുകാരനായ പട്ടാഭി സീതാരാമയ്യ നിർണയിച്ചു കൊടുത്ത കൊടി, ഭാരതത്തിന്റെ സ്വതന്ത്ര ഭാരതത്തിന്റെ പതാകയായി നിർണയിച്ചു കൊടുത്ത കാവിക്കൊടിയാണ്, ചർക്കാങ്കിതമായ കാവിക്കൊടി. ഇന്നും അജ്ഞാതമാണ്. ആ പതാക നിർണയ കമ്മിറ്റിയെ അട്ടിമറിച്ചുകൊണ്ട് പിന്നീട് ഉണ്ടായതാണ് നാം ഇന്ന് ആഘോഷിക്കുന്ന ത്രിവർണ്ണ പതാക. അതിൽ കാവിയുണ്ട്. നമുക്കറിയാം എന്തുകൊണ്ട് ത്രിവർണ്ണ പതാകയിലേക്ക് എത്തി. ത്രിവർണ്ണ പതാകയുടെ നടുവില് അശോക ചക്രം നിർണയിച്ചു. അശോക ചക്രം നമുക്കറിയാം ഭാരതത്തിലെ സനാതനധർമ്മത്തിലെ പരിഷ്കരണവാദികളായി വന്ന ബുദ്ധമതത്തിന്റെ അടയാളമാണ്. ഭാരതത്തിലെ സനാതനധർമ്മത്തെ ശുദ്ധീകരിക്കാൻ വന്ന ബുദ്ധധർമ്മത്തിന്റെ അടയാളമായ അശോക ചക്രം, അവിടെ കാവി വർണ്ണം നമുക്ക് കാണാൻ സാധിക്കും. കാവി നിഷിദ്ധമായിരുന്നില്ല. അപ്പൊ പട്ടാഭി സീതാരാമയ്യ നിർണയിച്ച ദേശീയ പതാക കാവിക്കൊടിയായിരുന്നു. സ്വതന്ത്ര ഭാരതം സ്വീകരിച്ചത് 100 കൊടിയാണ്. ഓക്കെ, പക്ഷെ സാംസ്കാരിക ഭാരതത്തിന്റെ കൊടി ഇന്നും കാവി തന്നെയാണ്. ആർക്കും അത് നിഷേധിക്കാൻ പറ്റില്ല. ഭാരതത്തിന്റെ ദേശീയ പതാക ത്രിവർണ്ണ പതാകയാകുന്നത് പോലെ തന്നെ ഭാരതത്തിന്റെ സാംസ്കാരിക പതാക എന്ന് പറയുന്നത് കാവിയാണ്. അത് ഭാരതമാതാവിന്റെ കയ്യിൽ വരിക എന്ന് പറഞ്ഞാൽ അത് രാഷ്ട്രീയ പതാകയല്ല, സാംസ്കാരിക ദേശീയതയുടെ കൊടിയടയാളമാണ്. അവിടെ രാഷ്ട്രീയ ഭൂപടമല്ല ആലേഖനം ചെയ്തിരിക്കുന്നത്. ഞാൻ ഈ പറഞ്ഞ അഖണ്ഡ സാംസ്കാരിക ഭാരതത്തിന്റെ ഭൂപടമാണ്. അത് നാളെ രാഷ്ട്രീയ ഭൂപടമായി മാറുമോ ഇല്ലയോ എന്നൊന്നും നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല. ആവണമെന്നാണ് പലരുടെ ആഗ്രഹം. കാരണം അരവിന്ദനെ പോലെയുള്ള ദേശീയവാദികൾ അദ്ദേഹത്തിന്റെ ഉത്തരപാറ പ്രസംഗത്തിലൊക്കെ പറയുന്നത് ഈ വിഭജനം പോകണം, 47 ഉണ്ടായ വിഭജനം പോകണം, അത് പോയേ തീരൂ. അങ്ങനെ ഒരു പക്ഷേ നാളെ ഇന്ന് അഖണ്ഡ ഭാരതത്തിന്റെ ആ ചിത്രത്തിൽ കാവി പതാക ഏന്തിയ ഭാരതമാതാവിനെ ആലേഖനം ചെയ്തുകൊണ്ട് ദേശീയ സാംസ്കാരിക ഭൂപടത്തെ ആരാധിക്കുന്നവർക്ക് അവരുടെ സ്വപ്നം സാക്ഷാത്കരിച്ചുകൊണ്ട് നാളെ ഒരുപക്ഷെ ഈ സാംസ്കാരിക ഭൂപടവും രാഷ്ട്രീയ ഭൂപടവും ഒന്നായി മാറിയേക്കാം. കാരണം 2014 നരേന്ദ്രമോദിയെ അധികാരം ഏറ്റെടുക്കുമ്പോൾ അഖണ്ഡ ഭാരതത്തിന്റെ ഭാഗമായിരുന്ന എല്ലാ രാഷ്ട്രത്തലവന്മാരെയും വിളിച്ച്
അവരുടെ മുന്നിലാണ് അധികാരം ഏറ്റെടുത്തത്. അതിനകത്തൊരു കാവ്യഭംഗിയുണ്ട്. ഈ സാംസ്കാരിക ഭൂപടം നാളെ രാഷ്ട്ര ഭൂപടമായി അല്ലെങ്കിൽ രാഷ്ട്രീയ ഭൂപടമായി മാറണം എന്ന സന്ദേശം 2014 നരേന്ദ്രമോദി കൈമാറുകയല്ലേ ചെയ്ത്. ഒരു പക്ഷേ ഒരു കോൺഫെഡറേഷനായി മാറില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. ഇപ്പൊ ശ്രീലങ്കയെ പോലെയുള്ള പ്രദേശങ്ങളൊക്കെ ഇന്ന് ജീവിച്ചു പോകുന്ന ഭാരതത്തിന്റെ സഹായം കൊണ്ടാണ്. ഇപ്പൊ താലിബാനാണ് ഭരിക്കുന്നതെങ്കിലും അഫ്ഗാനിസ്ഥാൻ കഞ്ഞി കുടിച്ചു പോകുന്നത് നമ്മൾ ഗോതമ്പ് കൊടുക്കുന്നതുകൊണ്ടാണ്. പാകിസ്ഥാൻ പ്രതിദിനം ശിഥിലമായിക്കൊണ്ടിരിക്കുകയാണ്. സിന്ധ് വേറെ രാജ്യമാകാൻ പോവുകയാണ്. ബലൂചിസ്ഥാൻ ഏതാണ്ട് വേറെ രാജ്യമായി കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഇവിടെയൊക്കെ ഉണ്ട്. 47 മുതൽ ഭാരതം ഇന്നും ജനാധിപത്യ പരമാധികാര റിപ്പബ്ലിക്കായി തുടരുകയാണ്. ലോകത്തിലെ 4ാമത്തെ സാമ്പത്തിക ശക്തിയായി വളർന്നു കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഈ മാതൃസങ്കല്പത്തിന് ഒരു ആത്മീയമായ അടിത്തറയും കൂടെ ഉണ്ട്. കാരണം ഭാരതം ഒരു ശക്തിപീഠമായിട്ടാണ് ഈ മണ്ണിനെ കാണുന്നത്. 51 ശക്തിപീഠങ്ങൾ കൊണ്ട് അലങ്കൃതമാണ് ഭാരത രാഷ്ട്രം. കന്യാകുമാരി മുതൽ, കന്യാകുമാരിയെ ശക്തിപീഠമായിട്ടാണ് കണക്കാക്കുന്നത്. എൻ്റെ പുരാവൃത്തങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. 51 ശക്തിപീഠങ്ങൾ ഭാരതത്തിന്റെ ഈ രാഷ്ട്ര ശരീരത്തിൽ 51 സ്ഥലങ്ങളിൽ പ്രതിഷ്ഠ കൊള്ളുകയാണ്. അത് ഈ രാഷ്ട്രസ്വത്വത്തിന്റെ സ്ത്രൈണതയാണ് സൂചിപ്പിക്കുന്നത്. അങ്ങനെ പരാശക്തിയിൽ നിന്നുമുണ്ടായ മൃണ്മയ രൂപമാണ് ഭാരതം. ആദി പരാശക്തിയിൽ നിന്നും ഉരുവം കൊണ്ട മൃണ്മയ രൂപമാണ് ഭാരതം എന്നത് സനാതന ധർമ്മത്തിന്റെ വിശ്വാസത്തിന്റെ ഭാഗമാണ്. അത് സാംസ്കാരിക ദേശീയതയുടെ കൊടിയാണ് ഭാരതമാതാ പിടിക്കുന്നത്. അവിടെ ത്രിവർണ്ണ പതാക പിടിച്ച ഭാരതമാതാവിനെയും നമുക്ക് പ്രതിഷ്ഠിക്കാം. പക്ഷെ ഈ മാതൃസങ്കല്പമല്ലാതെ നമുക്കൊരു പിതൃസങ്കല്പമില്ല. ഭാരതത്തെ ആരും അച്ഛാന്ന് വിളിച്ചിട്ടില്ല. ഭാരതത്തെ അമ്മയെന്നേ വിളിച്ചിട്ടു. അമ്മയുടെ വാത്സല്യവും സ്നേഹവും മക്കൾക്ക് പകർന്നു കിട്ടുന്നു. ഇത് നമുക്കറിയാം. ഭാരതത്തിൽ ഭാരതമാതാ ക്ഷേത്രങ്ങൾ പലയിടത്തുമുണ്ട്. ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം കൊല്ലം ജില്ലയില് ഒരു ക്ഷേത്രത്തിലെ പുനഃപ്രതിഷ്ഠ നടക്കുമ്പോൾ അവിടെ ഭാരതമാതാ പ്രതിഷ്ഠ കൂടെ നടത്തിയിരിക്കുക ദുർഗയായിട്ടാണ്. ഇപ്പൊ നമ്മുടെ രാജ്യത്ത് സ്വാതന്ത്ര്യ സമരം നടക്കുമ്പോൾ സ്വാതന്ത്ര്യ രണത്തിൽ പങ്കെടുത്ത വിപ്ലവകാരികൾക്ക് ഏറ്റവും ആവേശം ഉണർത്തിയ ഗീതമേതാ? വന്ദേ മാതരം. എന്താ ഈ വന്ദേ മാതരം? അമ്മയെ വന്ദിക്കുന്നു, അച്ഛനെ വന്ദിക്കുന്നു എന്നല്ല, ഈ രാജ്യത്തെ അമ്മയെന്നാ വിളിക്കുന്നത്. ബംഗാളിൽ ഉണ്ടായ ഗീതമാണ്, നമുക്കറിയാം. ബങ്കിം ചന്ദ്ര ചാറ്റർജി എഴുതി പിന്നീട് ദേശീയ ഗീതമായി മാറിയ ആ ഗീതത്തിൽ ഭാരതത്തെ എങ്ങനെയാണ് ചിത്രീകരിക്കുന്നത്? ഈ രാജ്യത്തിന്റെ ദേശീയ ഗീതമാണ്. ത്വം ഹി ദുർഗ ദശ പ്രഹരണധാരിണി. നീ ദുർഗയാണ്. 10 കരങ്ങളിലും മാരകമായ ശസ്ത്രങ്ങൾ ധരിച്ച അഭയവരദായിനിയാണെങ്കിൽ പോലും ശത്രുഹിംസ ചെയ്യാൻ കരുത്തുള്ള ദുർഗയാണ് ഭാരതമേ എന്നാണ് പറയുന്നത്. ആ ഭാരതത്തെ കേരളത്തിന്റെ രാജ്ഭവനിലെ ഗവർണർ പവിത്രമായ സ്ഥലത്ത് വയ്ക്കുന്നത് പാതകമാണ് എന്ന് പറയുന്നവരുടെ രാജ്യദ്രോഹത്തെയാണ് നാം തിരിച്ചറിയേണ്ടത്. ഇവർ രാജ്യദ്രോഹികളാണ്. ഗവർണർ പറഞ്ഞു എന്നാണ് പറയുന്നത്, നമുക്ക് ത്രിവർണ്ണ പതാക പിടിച്ച ഭാരതമാതാ വെക്കാം. അതും പറ്റില്ല എന്നാണ് പറഞ്ഞത്. അപ്പൊ ഇതൊക്കെ ഇവിടെ ചില മതവിഭാഗങ്ങളെ പ്രീണിപ്പിച്ച് വോട്ട് നേടാൻ വേണ്ടി രാഷ്ട്രസ്വത്വത്തെ തന്നെ തള്ളിപ്പറയാണ്. ഇവര് കേരളത്തെ ഒരു സ്വതന്ത്ര പരമാധികാര റിപ്പബ്ലിക്കാക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കേരൾ മാങ്കെ ആസാദി എന്ന് വിളിക്കുന്നതിനെ വളർത്തിക്കൊണ്ടുവരുന്ന ഭരണകൂടമാണ് ഇവിടെ ഉള്ളത്. കാശ്മീർ മാങ്കെ ആസാദി എന്ന് വിളിച്ചവർ തന്നെ കേരൾ മാങ്കെ ആസാദി എന്ന് വിളിച്ചു. അത്തരം ശക്തികളെ പ്രീണിപ്പിക്കുകയാണ് ഭാരതമാതാ സങ്കല്പത്തെ നിഷേധിച്ചുകൊണ്ട് ചെയ്യുന്നത്. ഹരിദ്വാറിലുള്ള ഭാരതമാതാ ക്ഷേത്രത്തിൽ ഈ ത്രിവർണ്ണ പതാകയല്ല, സാക്ഷാൽ സിംഹാരൂഢയായ ഈ കാവ്യ പതാക എന്തിയ ഭാരതമാതാവിനെ നമുക്ക് കാണാൻ സാധിക്കും. മഹാത്മാഗാന്ധി ഭാരത് മാതാ കി ജയ് വിളിച്ചിട്ടില്ലേ? ഭാരത് പിതാ കി ജയ് എന്ന് ആരെങ്കിലും വിളിച്ചു? ഭാരത് മാതാ കി ജയ് എന്നാ വിളിച്ചത്. അപ്പൊ വന്ദേ മാതരത്തിൽ സുന്ദരമായി ചിത്രീകരിച്ചിരിക്കുന്ന ഈ ഭാരതമാതാവിനെയാണ്. ഈ ഭാരതമാതാ സങ്കല്പത്തിന്റെ അടിത്തറ എന്താണ്? ഇത് ആരാണ്? ഇപ്പൊ അബനീന്ദ്രനാഥ ടാഗോർ വരച്ച ചിത്രം നമുക്കറിയാം. അവിടെ കാവി ആണ് ഭാരതമാതാ ഉടുത്തിരിക്കുന്നത്, പച്ചയല്ല.
വെള്ളയല്ല. ഭാരതമാത ധരിച്ചിരിക്കുന്ന കാവ്യ വസ്ത്രമാണ്. കതിരും ധാന്യക്കതിരും ഗ്രന്ഥവും വസ്ത്രവും ഒക്കെ പിടിച്ച് ചതുർബാഹുവായ ഭാരതമാത. അപ്പൊ ഇങ്ങനെ ഒരു ഭാരതമാതാവിനെ അഭിനന്ദനനാഥിന് വരയ്ക്കാമെങ്കിൽ സാംസ്കാരിക ദേശീയതയുടെ പ്രതീകമായ കാവിക്കൊടിയേന്തിയ ഒരു ഭാരതമാതാവിനെ, സിംഹാരൂഢയായ, വേണമെങ്കിൽ ആയുധങ്ങൾ ധരിച്ച ഭാരതമാതാവിനെ ഇനി ഒരു കവിയുടെ സങ്കല്പത്തിൽ ഒരു പക്ഷേ വരയ്ക്കുമ്പോൾ ബ്രഹ്മോസ് ആയിരിക്കും ഒരു കയ്യില്. എന്താ കുഴപ്പം? ഈ ദേവതാ സങ്കല്പങ്ങളൊക്കെ എങ്ങനെയാണ് ഉണ്ടാകുന്നത്? ദേവതാ സങ്കല്പം ഉണ്ടാകുന്നത് ഋഷിയുടെ മനസ്സിലാണ്. ഋഷി എന്ന് പറഞ്ഞാൽ സത്യദർശനം ചെയ്ത ആൾ എന്നാണ് അർത്ഥം. ആ ഋഷിയാണ് മന്ത്രം ഉണ്ടാക്കുന്നത്. ഭാരതത്തിന്റെ ചരിത്രം അതാണ്. ആ മന്ത്രത്തെ ധ്യാന ശ്ലോകങ്ങളുണ്ട്. ഒരു ദേവതയെ ദർശനം ചെയ്യുന്ന ഋഷി സാഹിത്യ രൂപത്തിലാക്കും അതിനെ. ഇപ്പൊ ബങ്കിം ചന്ദ്ര ചാറ്റർജി ഈ ഋഷിയും കവിയും രണ്ടല്ല കേട്ടോ. നാം ഋഷക്കവി എന്നാണ്. ഋഷി അല്ലാത്തവൻ കവിയല്ല എന്നാണ്. അതായത് ത്രികാലങ്ങളെയും കടന്നു കാണാൻ കഴിയാത്തവൻ കവിയല്ല എന്നാണ്. ഇപ്പോഴത്തെ പൊട്ടക്കവികൾ അല്ല ഉദ്ദേശിക്കുന്നത്. എല്ലാ കാലത്തെയും കാണാൻ കഴിയുന്നവനാണ് കവി. അവിടെ ഋഷി കവിയാകുന്നു. ആ ഋഷി കണ്ടെത്തുന്ന സത്യത്തെ അയാൾ വാങ്മയ രൂപത്തിൽ അവതരിപ്പിക്കും. അതിന് മന്ത്രം എന്നാ പറയുക. ആ മന്ത്രത്തെ ഉരുക്കഴിച്ച് ദേവതയെ സാക്ഷാത്കരിക്കും. ആ ദേവതയെ സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ട് ആ ദേവതയെ ശില്പരൂപത്തിലാക്കും. ശില്പി അത് ശില്പരൂപത്തിലാക്കും. ഋഷി അഥവാ കവി അതിനെ സാഹിത്യ രൂപത്തിലാക്കും. അങ്ങനെ സാഹിത്യ രൂപത്തിലാക്കിയ ഭാരതമാത, ബങ്കിം ചന്ദ്ര ചാറ്റർജി സാഹിത്യ രൂപത്തിൽ അവതരിപ്പിച്ച ഭാരതമാത, ഒരു ശില്പി അതിനെ പഞ്ചലോഹത്തിൽ വാർക്കുന്നു. ഒരു ചിത്രകാരൻ അതിനെ ചിത്രത്തിൽ വരയ്ക്കുന്നു. എന്താ തെറ്റ്? ഇതാണ് ഭാരതത്തിന്റെ ശൈലി, പാരമ്പര്യം. അത് ശാസ്ത്രമാണ്. അങ്ങനെ ഉണ്ടായതാണ് ഈ ഭാരതമാത എന്ന് പറയുന്ന കൺസെപ്റ്റ്. അത് യുക്തിഭദ്രവുമാണ്. അപ്പൊ സാംസ്കാരിക ദേശീയതയുടെ പ്രതീകമായ ഭാരതമാത അത് അഖണ്ഡ ഭാരതത്തിന്റെ മാതാവാണ്. 47 നമ്മുടെ ദുര്യോഗം ഈ രാജ്യം വിഭജിച്ചു പോയി എന്നുള്ളതാണ്. ഇനിയും ഈ രാജ്യം ഒരുമിച്ച് കൂടിച്ചേരില്ല എന്ന് പറയാൻ ഇവരാര്? കിഴക്കൻ ജർമ്മനിയും പടിഞ്ഞാറൻ ജർമ്മനിക്കും ഒരുമിച്ച് ചേരാമെങ്കിൽ നാളെ ഒരുപക്ഷെ ഉത്തര കൊറിയയും ദക്ഷിണ കൊറിയയും ഒരുമിച്ച് ചേരില്ല എന്ന് ആർക്ക് പറയാൻ സാധിക്കും? വിഭജിച്ചു പോയ രാജ്യങ്ങൾ പലതും കൂടിച്ചേർന്നിട്ടുണ്ട്. ഒരിക്കലും കൂടിച്ചേരാൻ പാടില്ല എന്ന് മാത്രമല്ല, ഇനിയും ഈ രാജ്യത്തെ വെട്ടി മുറിക്കണം എന്ന് പറയുന്നവരുടെ മനസ്സിൽ ഭാരതമാതാ ഭീഷണി ഉണ്ടാകും. ചിലർ അതുകൊണ്ട് വന്ദേ മാതരം പാടാത്തവരുണ്ടല്ലോ. ഭാരതമാതാ കീ ജയ് വിളിക്കാത്തവരുണ്ട് ഈ നാട്ടില്. കാരണം ഈ അമ്മ സങ്കല്പത്തെ അംഗീകരിക്കാൻ പറ്റില്ല. പുരുഷാധിപത്യ മതങ്ങളുടെ ആശയത്തിൽ ഈ അമ്മ സങ്കല്പത്തെ അംഗീകരിക്കാൻ പറ്റില്ല. കാരണം സ്ത്രീക്ക് ആത്മാവ് പോലും ഇല്ലെന്ന് വിശ്വസിക്കുന്നവരാണ്. നമ്മൾ പറയുന്നു 51 ശക്തിപീഠങ്ങൾ അങ്ങനെ വിരിഞ്ഞു വിളങ്ങുന്ന മണ്ണാണ് ഭാരതം. ആ 51 ശക്തിപീഠങ്ങളുടെയും പരസഹസ്രം ജനകോടികളുടെയും പ്രതിനിധിയും പ്രതീകവുമാണ് ഗവർണർ അടക്കമുള്ള ഈ നാട്ടിലെ ദേശീയവാദികൾ ആരാധിക്കുന്ന കാവ്യപതാകയേന്തിയ ഭാരതമാത. ആ കാവ്യപതാക തന്നെ ആയിരുന്നു രാഷ്ട്രപതാകയായി മാറേണ്ടത് എന്നാണ് കോൺഗ്രസ്സുകാരനായ പട്ടാഭി സീതാരാമയ്യ പതാക നിർണയ കമ്മിറ്റിയുടെ അധ്യക്ഷൻ പറഞ്ഞത്. ഞാൻ പറയുന്നതല്ല. പക്ഷേ എന്തുകൊണ്ടോ ഇന്ന് ത്രിവർണ്ണ പതാക നമ്മുടെ രാഷ്ട്രീയ പതാകയായി മാറി. അതിനെക്കുറിച്ച് ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല. ആ പതാകയെ നമ്മൾ വന്ദിക്കുന്നു. ചെങ്കോട്ടയിൽ നമ്മൾ സ്വാതന്ത്ര്യ ദിനത്തിലും റിപ്പബ്ലിക് ഡേയിലും ഒക്കെ ഉയർത്തുന്ന രാഷ്ട്രത്തിന്റെ പതാക ഇന്ന് ത്രിവർണ്ണ പതാകയാണ്. അതിൽ കാവ്യമുണ്ട്. നാളെ ഇവർ ആ കാവ്യ മാറ്റണമെന്ന് പറയും. അപ്പോ ഇത് കമ്മ്യൂണിസ്റ്റുകാരന്റെ അജണ്ടയാണ്, ജിഹാദികളുടെ അജണ്ടയാണ്. ആ അജണ്ടയ്ക്ക് മുന്നിൽ ദേശീയവാദികൾ മുട്ടുമടക്കാനേ പോകുന്നില്ല. അക്ഷരജ്ഞാനമില്ലാത്ത വിദ്യാഭ്യാസ മന്ത്രി പറയുന്നത് കൊണ്ടോ ഇവിടുത്തെ ജിഹാദികളെ പ്രീണിപ്പിക്കാൻ കമ്മ്യൂണിസ്റ്റ് തീവ്രവാദികൾ പറയുന്നത് കൊണ്ടോ ഒന്നും ഈ രാജ്യത്തെ ഭാരതമാതാവിന്റെ ചിത്രത്തിന് ഒരു കോട്ടവും സംഭവിക്കാൻ പോകുന്നില്ല. അത് ജാജ്വല്യമാനമായി ഇനിയും തിളങ്ങാൻ പോവുകയാണ്. ഭാരതത്തിന്റെ സാംസ്കാരിക ദേശീയത ഇവരൊക്കെ ചേർന്ന് അടിച്ചമർത്തിയിരുന്ന, കൊളോണിയൽ ശക്തികൾ അടിച്ചമർത്തിയിരുന്ന, സ്വാതന്ത്ര്യാനന്തരം കൊളോണിയൽ ശക്തിക്ക് വേണ്ടി വിടുപണി ചെയ്യുന്ന ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരനും അതുപോലെയുള്ളവരും അടിച്ചമർത്തിയിരുന്ന ഭാരതത്തിന്റെ ദേശീയ സ്വത്വം ഉണർന്നെഴുന്നേറ്റ് കഴിഞ്ഞിരിക്കുകയാണ്. ആ ഉണർന്നെഴുന്നേറ്റ് കഴിഞ്ഞ ഭാരതത്തിന്റെ ദേശീയ സ്വത്വം ഭാരതമാതാവായി ലോകത്തിന്റെ മുന്നിൽ ആ കേസരി പതാകയുമായി കേസരി മേലെ ഏറി സിംഹാരൂഢയായ ആ ഭാരതമാത ലോകത്തിന്റെ മുന്നിൽ വിരിഞ്ഞു വിരാജിക്കുകയാണ്.
അത് ഭാരതത്തിൻ്റെ ശക്തി പ്രഹർഷത്തിൻ്റെ കൊടിയടയാളമാണ്. അത് ഭാരതത്തിൻ്റെ ഭാവി വിജയങ്ങളുടെ മഹാഗാഥയാണ്.